ഇല്ല, ഇത് 3 അല്ല 30 കേസുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 10 കേസോ 30 കേസോ വരും. കാര്യം ഏതാണ് പെൺകുട്ടി എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതെങ്കിലും ഒരാളുടെ അങ്ങനെ പരാതി എഴുതി മേടിച്ച് പോലീസിന് വേട്ടയാണെങ്കിൽ ചെയ്തൂടെ? ഇതിന്റെ മറ്റൊരു വർഷം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്നതാണ്, അവനൊക്കെ രാജ്യദ്രോഹിയാണ്, അവനെ അകത്ത് കിടക്കണം. അപ്പൊ നമ്മൾ ചോദിക്കും, സാർ എന്താണ് രാജ്യദ്രോഹം ചെയ്യുന്നത്? നീയും രാജ്യദ്രോഹിയാണ്, നീയും അകത്ത് കിടക്കണമെന്ന്. അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, രാജ്യദ്രോഹത്തിന്റെ കേസുകൾ വളരെ വ്യാപകമായി സെഡീഷൻ, UAP അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ശരിക്കും എന്താ ഇവർക്ക് ജാമ്യം കൊടുക്കാത്ത, എന്താ രാജ്യദ്രോഹം എന്ന് ചോദിച്ചാൽ, കണ്ടോ നീയും അവന്റെ ആളാണെന്ന് പറയും. എന്തർത്ഥമാ? ഇപ്പൊ ഇത് തന്നെ നമ്മളോട് പറയും തിരിച്ച്. കേരളത്തിലാണെങ്കിൽ തിരിച്ച്, അതായത് കൃത്യം ഞാൻ രാഷ്ട്രീയം പറയാം, അതിന്റെ രാഷ്ട്രീയം പറയാം. എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം പറയാം. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഒരു വലതുപക്ഷ സർക്കാരുകളാണ് ഭരിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്കും സൗത്ത് ഇന്ത്യയിലും പ്രധാനമായിട്ട്, വിശേഷിച്ച കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരുകളാണ് ഭരിക്കുന്നത്. വലതുപക്ഷ സർക്കാരുകൾ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും മുസ്ലിങ്ങളെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയാണ്. ഇടതുപക്ഷ സർക്കാർ വേട്ടയാടാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പുരുഷന്മാരെയും. കാര്യം അവർ ലെഫ്റ്റ് ലിബറൽ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് ഉള്ളവരാണ്. അപ്പൊ ഈ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിന് വേണ്ടി മറുഭാഗത്തൊരു ശത്രു വേണം, അത് പുരുഷനാണ്. അവിടത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിന് മറുഭാഗത്തൊരു ശത്രു വേണം, അത് ക്രിസ്ത്യാനിയും ചില സമയത്തും, അല്ലെങ്കിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ ദളിതനുമാണ്. ഇതാണ് യഥാർത്ഥം നമ്മുടെ രാഷ്ട്രത്തിൽ സംഭവിക്കുന്നത്. വെറുതെ നോക്കിയാൽ ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആ പാവപ്പെട്ട കന്യാസ്ത്രീ എനിക്കൊന്ന് 7 ദിവസം ജയിലിൽ കിടന്നു, 7 ദിവസത്തോളം അവർ കിടക്കുകയുണ്ടായി. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂടെ ഒരു വാക്ക് എഴുതി ചേർത്താൽ മതി, നിർബന്ധിതം എന്ന് എഴുതി ചേർത്താൽ അവരെ അറസ്റ്റ് ചെയ്യാം. ഗൂഢാലോചന എന്ന് എഴുതി ചേർത്താൽ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോർത്ത് ഇന്ത്യ കണ്ടത്. നമുക്കത് കണ്ടിട്ട് വിഷമം ഉണ്ടായില്ലേ? കർത്താവിന്റെ മണവാട്ടിമാർ അവിടെ 7 ദിവസം ജയിലിൽ കിടക്കുന്നുണ്ട്, നമുക്ക് വിഷമം ഉണ്ടായി. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ അവിടെ സിദ്ദിഖാപ്പനെ, മലയാളിയായ മാധ്യമപ്രവർത്തകൻ, ഒരു ന്യൂസ് കവർ ചെയ്യാൻ പോവാണ്, കവർ ചെയ്തിട്ടില്ല, ന്യൂസ് കവർ ചെയ്യാൻ പോവാണ്. എന്റെ ധാരണ ശരിയാണെങ്കിൽ 42 കിലോമീറ്ററോ 26 കിലോമീറ്ററോ ഇപ്പുറത്ത് വെച്ച്, ആ സ്ഥലത്ത് പോലും എത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തു. അദ്ദേഹം കാറിൽ നിന്ന് 2 ആൾക്കാർ, പുള്ളി 1.5 വർഷം ജയിലിൽ കിടന്നു. എന്താ പോലീസിന്റെ ആരോപണം എന്നറിയാമോ? ഇയാൾ കാസ്റ്റ് വാറുകൾ അല്ലെങ്കിൽ ജാതി സംഘർഷങ്ങളും ജാതി യുദ്ധങ്ങളും ഉണ്ടാക്കാനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് പോലീസിന് എങ്ങനെ മനസ്സിലായി? പോലീസിന് എന്നൊരു വരി എഴുതിയാ പോരെ? കാര്യം ഈ പെൺകുട്ടി, ആദ്യത്തെ പെൺകുട്ടി സ്വമേധയാണ് മരുന്ന് കഴിച്ചതെന്ന് പറയുന്നു. ഒരു വരി എഴുതി ചേർത്താ പോരെ നിർബന്ധിതം? വീഡിയോ കോളിലടക്കം ഇത് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതിന്റെ എങ്ങനെയാണ് സാർ വീഡിയോ കോളിൽ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്? ഒന്ന് അതിന്റെ വീഡിയോ ഓഡിയോ പുറത്തു വന്നിട്ടില്ല, കോടതി കൊടുത്തിട്ടുണ്ടോ അറിയില്ല. അല്ല, വീഡിയോ ഓഡിയോ പുറത്തു ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ കഴിച്ചതല്ലേ? ഇവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഉള്ളൊരു ബന്ധമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു വരി കൂടെ പറഞ്ഞു കൊടുത്തോട്ടെ. ഇനി ഒരു വരി കൂടെ, ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇവർ തമ്മിൽ പരസ്പര ബന്ധത്തോടെയുള്ള ഇഷ്ടമായിരുന്ന ബന്ധമല്ലേ ഉണ്ടായിരുന്നു. അതിനുശേഷമല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്.